എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെ നമ്മുടെ ഓൺലൈൻ ടീച്ചിങ് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് എടുക്കാനായിട്ടുള്ള പവർ പോയിന്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ഗോ ടു യൂട്യൂബ്, ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഓൺ വ്യൂവർ ചാനൽ. ഇതാണ് നമ്മുടെ ചാനൽ പേജ്. ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ അപ്ലോഡ് വീഡിയോ. നമ്മുടെ ഒരു റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പോകേണ്ടത് ഗോ ലൈവിലാണ്. ലൈവ് സ്ട്രീമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിക്ക് ഓൺ മാനേജ്, ദെൻ ക്ലിക്ക് ഓൺ ഷെഡ്യൂൾ സ്ട്രീം, ക്രിയേറ്റ് ന്യൂ, ദെൻ ടൈറ്റിൽ കൊടുക്കാം. ഞാൻ ലൈവ് സ്ട്രീമിംഗ് ടെസ്റ്റിംഗ് കൊടുക്കുന്നു. ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ there's a സ്ട്രീമിംഗ് സോഫ്റ്റ്വെയർ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്ലോഡ് തംബ്നെയിൽ. നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൽ കാണുന്ന ആ ഇമേജ്, ആ ഫ്രണ്ടിലുള്ള ആ ഫേസിങ് ഇമേജിനാണ് തംബ്നെയിൽ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു തംബ്നെയിൽ കൊടുക്കുകയാണ്. ഒരു ഇമേജ് ഫയലാണ്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്ലോഡ് ആയിട്ടുണ്ട്. Then click on next, again next. Then ഇവിടെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം കൊടുക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7:30 എന്നുള്ളൊരു ടൈമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ഡൺ. നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു സ്ട്രീം കീ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ സ്ട്രീം കീ കോപ്പി ചെയ്യുക, നിങ്ങൾക്ക് പിന്നീട് ആവശ്യമായി വരുന്നത്. ഞാനതൊരു പുതിയ ടാബിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നവിടെ. ചാനൽ ഐക്കണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ യുവർ ചാനൽ. ദെൻ ലെഫ്റ്റ് സൈഡിലെ യുവർ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ലൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. ലാസ്റ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ലൈവ് സ്ട്രീമിംഗ് ടെസ്റ്റിംഗ് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലിക്ക് ഓൺ ഡീറ്റെയിൽസ്. അവിടെ വീഡിയോയുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈം. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. കോപ്പി ചെയ്യുക, ഷെയർ ചെയ്യേണ്ടവർക്ക് നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് എന്താണ് ആ വീഡിയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പുതിയ ടാബ് എടുത്തിട്ട് ആ വീഡിയോ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ എൻ്റർ. ഇതാണ് ആ വീഡിയോ. നമുക്കവിടെ കാണാം ലൈവ് ഇൻ 8 hours August 16 at 7:30 PM എന്നവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈവ് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അവൈലബിൾ ആണത്. നമുക്ക് ആവശ്യമായിട്ടൊരു സോഫ്റ്റ്വെയർ ആണ് OBS സ്റ്റുഡിയോ. പല സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ് ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആണ് OBS സ്റ്റുഡിയോ. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അത് ലഭ്യമാണ്. ഇതാണ് വെബ്സൈറ്റ്. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സോഫ്റ്റ്വെയർ അവിടെ അവൈലബിൾ ആണ്. വിൻഡോസിൽ ഡൗൺലോഡ് ഇൻസ്റ്റാളിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിൽ OBS സ്റ്റുഡിയോ എന്ന് കൊടുക്കുക. യു ക്യാൻ സീ ദറ്റ് ആപ്പ് ദെയർ. ക്ലിക്ക് ഓൺ ദറ്റ് ആപ്പ്. ഇറ്റ് വിൽ ബി ഓപ്പൺ ആൻഡ് ദിസ് ഈസ് ദ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഓഡിയോ സോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ മൈക്രോഫോൺ ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ ഡിസ്പ്ലേ ആഡ് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ഓൺ ദാറ്റ് പ്ലസ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ആ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഏത് ഡിവൈസ് ആണെന്ന് ചോദിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഹെഡ്സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ഓൺ ഓക്കെ. ദെൻ അത്ര ഓഡിയോ ഡിവൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ സംസാരിക്കുന്ന സൗണ്ടിൻ്റെ ലെവൽ വേരിയേഷൻ ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചറിൽ കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ആണ് ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് പ്ലസ് സിമ്പിൾ. ദെൻ മൂവ് ഓൺ ടു വീഡിയോ വിൻഡോ ക്യാപ്ചർ. അതായത് എന്താണ് സ്ക്രീനിലുള്ളത് അത് എനിക്ക് എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അതാണ്
അതിനു മുമ്പ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട പവർ പോയിന്റിലേക്ക് വരാം. സ്ലൈഡ് ഷോയിൽ ഞാനത് ഇടുകയാണ്. Then come back to OBS Studio. അവിടെ click on that place and select window capture. അവിടെ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഡിവൈസ് അവിടെ ചോദിക്കും. വിൻഡോയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി കിടക്കുന്ന എല്ലാ വിൻഡോയും അവിടെ ചോദിക്കും. ഞാനവിടെ നമ്മുടെ സ്ലൈഡ് ഷോ ഇട്ടിട്ടുണ്ട്. പവർ പോയിന്റ് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സോ പവർ പോയിന്റ് സ്ലൈഡ് ഷോ ഈസ് അവൈലബിൾ ദർ. ക്ലിക്ക് ഓൺ ഓക്കെ. സോ അതവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ സ്ലൈഡ് ഷോ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. സ്ലൈഡ് ഷോ ക്ലോസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഡിസ്പ്ലേ ഒന്നും ഇല്ലാതെ പോകുന്നത്. ഓക്കെ, ദെൻ ക്ലിക്ക് ഓൺ സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സ് ഫയലിൽ നിന്നും നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ദെൻ മൂന്നാമത് കാണിക്കുന്ന സ്ട്രീം എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ യൂസ് സ്ട്രീം കീ, നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത ആ കീ ആണ്. ജസ്റ്റ് നമുക്കൊന്നുകൂടെ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. കോപ്പി ചെയ്തു അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ, ദെൻ ഓക്കെ. ദെൻ നമുക്ക് സ്ലൈഡ് ഷോ കൊടുക്കാം. പവർ പോയിന്റ് ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ഷോയിലിട്ടു. നമ്മുടെ സ്ലൈഡ് ഷോ വിൻഡോ അവിടെ ഓപ്പൺ ആയി വന്നു. ദെൻ ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് സ്ട്രീമിംഗ്. സ്ട്രീമിംഗ് തുടങ്ങുകയാണ്. കണക്ട് ആയി. സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇവിടെ സ്ട്രീം സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ യൂട്യൂബിലേക്ക് അത് ലൈവായിട്ട് വരത്തില്ല. സോ വീണ്ടും നമ്മുടെ പേജിലേക്ക് പോകണം. ദെൻ ഇങ്ങനൊരു പേജിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീണ്ടും ക്രിയേറ്റിൽ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക, ഗോ ലൈവ് പോവുക. ദെൻ മാനേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലൈവ് സ്ട്രീമിംഗ് അവിടെ കാണാൻ കഴിയും. ക്ലിക്ക് ഓൺ ദാറ്റ്. നമ്മുടെ ലൈവ് സ്ട്രീം അവിടെ കണ്ടു. ഇനി ടോപ്പ് റൈറ്റ് സൈഡിൽ ഗോ ലൈവ് എന്ന് കൊടുത്താൽ മാത്രമേ വീഡിയോസ് ലൈവായിട്ട് പോവുകയുള്ളൂ. ക്ലിക്ക് ഓൺ ഗോ ലൈവ്. ഗോയിങ് ലൈവ് എന്ന് കാണിക്കും. യു ആർ ലൈവ്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ ലൈവായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് യൂട്യൂബിലെ വീഡിയോ ഇവിടെ ലൈവായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഡിലേ ഉണ്ടാവും, സ്ട്രീമിങ്ങിൻ്റെ ഒരു ഡിലേ അത് ഉണ്ടാവും. യൂട്യൂബിൽ അത് ലൈവായിട്ടുണ്ട്. നമ്മുടെ ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ക്ലോസ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന എൻഡ് സ്ട്രീം അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ക്ലിക്ക് ചെയ്യുക, എൻഡ്. നമ്മുടെ ലൈവ് സ്ട്രീം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ OBS സ്റ്റുഡിയോയിൽ പോയിട്ടും നമുക്കിത് എൻഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് സ്ട്രീമിംഗ്. എങ്ങനെയാണ് യൂട്യൂബ് ലൈവ് ചെയ്യുന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.